സാറേ, ഈ ക്രിസ്മസ് കാലത്ത് എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും BJP സന്ദേശവുമായി എത്തുകയാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ കെ സുരേന്ദ്രൻ തൃശൂർ മേയറുടെ വസതിയിലെത്തി കേക്ക് മുറിച്ചു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദം. സുനിൽകുമാർ ചോദിക്കുന്നു, അങ്ങനെ BJPയുടെ പ്രസിഡന്റുമായി കേക്ക് മുറിക്കാൻ പാടുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഇപ്പോഴുള്ള പുതിയ രാഷ്ട്രീയ കാലത്ത് അങ്ങനെ ഒരു ചോദ്യം അനാവശ്യമല്ലേ? അപ്പം അല്ല, തീർച്ചയായിട്ടും ബിനോയ് വിശ്വം പറഞ്ഞത് വളരെ ശരിയാണ്. ബിനോയ് വിശ്വമാണോ പറഞ്ഞത് സുനിൽകുമാറാണോ? സുനിൽകുമാർ ഇതിനെ ബിനോയ് വിശ്വം ഇത് ഏറ്റു പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ BJPക്കാർ കൊണ്ടുവരുന്ന കേക്ക് സ്വീകരിക്കാൻ പാടില്ല. ക്രിസ്മസ് കാലത്ത് നമ്മൾ നിഷിദ്ധമായിട്ടുള്ള വസ്തുവാണ്, ഭരണഘടന നിഷേധിച്ചിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തൃശ്ശൂർ മേയറായിട്ടുള്ള പാവം വർഗീസ് എന്ന് പറയുന്ന സത്യക്രിസ്ത്യാനി ഒരിക്കലും ഒരു BJPക്കാരൻ്റെ കേക്ക് സ്വീകരിക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യ രാജ്യമാണല്ലോ, അപ്പോൾ പിന്നെ അത് പാലിച്ചേ പറ്റൂ. ഈ VS സുനിൽകുമാറിനൊക്കെ എന്ത് പറ്റി? നല്ലൊരു മന്ത്രിയായിരുന്നു അദ്ദേഹം, അല്പം വിവരമുള്ള ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിനേക്ക് ഒന്ന് BJPയുടെ കയ്യിൽ നിന്നേറ്റ പ്രഹരമുണ്ടല്ലോ, ആ പരാജയം, അത് കിട്ടിയതിന് ശേഷം പിന്നെ മനോനില തെറ്റിയ മട്ടാണ്. അപ്പോൾ തൻ്റെ പരാജയത്തിൻ്റെ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. കാരണം അത്ര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പരാജയമാണ് കിട്ടിയത്. അവരറിയുന്നില്ല അവരുടെ കാൽ കീഴിൽ നിന്ന് മണ്ണ് ചോരുന്നത് അവരുടെ ഈ വർഗീയ പീഡനത്തിൻ്റെ ഫലമായിട്ട്. ഇപ്പോൾ CPM തിരിച്ചു വന്നിട്ടുണ്ട്, തിരുത്തൽ തുടങ്ങിയിട്ടുണ്ട്. CPI ഇപ്പോഴും പിന്നെ പഴയ കാലത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അവിടുത്തെ പൂരമെന്ന് പറയുന്നത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. പൂരത്തിന് അല്പം കാലവിളംബം വന്നതും സുനിൽകുമാറിൻ്റെ പരാജയമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇദ്ദേഹം ആത്മീയതയിൽ വിശ്വസിക്കുന്ന ആളല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന, ജനകീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, ഒരു ജനാധിപത്യ വിപ്ലവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് VS സുനിൽകുമാർ. CPM-ൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം എവിടെയൊക്കെയാണ് ഈ ക്രിസ്മസിൻ്റെ കേക്ക് വാങ്ങിച്ചതും ആയിട്ട് തൻ്റെ പാർട്ടിയുടെ കാര്യത്തെ കൂട്ടിക്കെട്ടുന്നത്? ഒരു അദ്ദേഹം ഈ പരാജയത്തിന് ശേഷം, തൃശ്ശൂരിലെ ഈ ദയനീയമായ പരാജയത്തിന് ശേഷം അദ്ദേഹം എന്തായാലും ഈ തൃശ്ശൂർ മേയർക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണല്ലോ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി സത്യമായിട്ട് ആ സത്യക്രിസ്ത്യാനി പറഞ്ഞു, തൃശ്ശൂർക്കാർ പൊതുവെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ ഉള്ള കാര്യം പറഞ്ഞു. സുരേഷ് ഗോപി അവിടെ പലതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ മേയർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം തൃശ്ശൂരിലെ പല ആളുകൾക്കും അവിടുത്തെ പാവറട്ടി പള്ളി ഉൾപ്പെടെയുള്ള പള്ളികൾക്കും ഈ സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ അറിയാം. കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റൊരു സിനിമാ നടനും മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും ചെയ്യാത്ത തരത്തിൽ സ്വന്തം പണം എടുത്ത് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി അനുതാപത്തോടെ ചിലവാക്കിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ കൗശലക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതിൻ്റെ ഒന്നും കണക്ക് പറയാറില്ല. അങ്ങനെയുള്ള മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതാരെയും കാണിക്കാൻ വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ല, അത് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം പരസ്യമായിട്ടൊന്ന് സമ്മതിച്ചു പോയി അവിടുത്തെ മേയറായിട്ടുള്ള വർഗീസ് അത് പറഞ്ഞിട്ടുള്ളൂ. പഴയ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, അത് തീരെ പിടിച്ചിട്ടില്ല അദ്ദേഹത്തിന്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ RSS സവർണ ഫാഷിസ്റ്റ് ആണ് എന്ന് പറയണം അദ്ദേഹത്തിന്. ആ പഴയ രീതിയിൽ തന്നെ മൂരാച്ചി എന്നും കൂടി വേണമെങ്കിൽ വിളിക്കണം, നെഹ്റുവിനെ പണ്ട് വിളിച്ചതുപോലെ. എങ്കിലേ ബിനോയ് വിശ്വത്തിനും ഈ പാവപ്പെട്ട VS അനിൽകുമാറിനും ഒക്കെ തൃപ്തിയാവുകയുള്ളൂ. ഇതൊക്കെയാണ് ഈ പാർട്ടിയെ ഇങ്ങനെ എല്ലും തോലും ഇല്ലാത്ത, മാംസം പോലും ഇല്ലാത്ത, എല്ലും തോലും മാത്രമാക്കിയ ഒരു പാർട്ടിയാക്കി. അതോടൊപ്പം തന്നെ ഈ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഈ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ BJP വർഗീയ പാർട്ടിയാണ്, മണിപ്പൂർ കണ്ടില്ലേ, ഡൽഹി കണ്ടിട്ടില്ലേ, ഒറീസ കണ്ടിട്ടില്ലേ, അവിടെ ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചു, അവിടെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു, അവരുടെ പള്ളി തകർക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി ചില തന്ത്രങ്ങളായിരുന്നു അവർ വർഷങ്ങളായി ഇവിടെ പയറ്റി വന്നത്. പക്ഷേ BJP ഇത്തരത്തിൽ ആ ജനങ്ങളുമായി അടുത്ത് ഇത്തരം കേക്കുമായി സന്ദേശമായി അവർക്കൊരു ആവശ്യം വന്നാൽ കൂടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കുമോ തൃശ്ശൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്നേഹ സന്ദേശമാണ് സുരേഷ് ഗോപി നൽകിയിരുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പാലക്കാട്ടെ ഒരു സ്കൂളിൽ ഒരു വെയിലത്ത് കുറേ കുട്ടികളുമായിട്ട് അധ്യാപകർ യാത്ര ചെയ്യുന്ന കണ്ട് മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവിടെ നിന്ന് 1-2 പേര് VHPക്കാരാണെന്ന് പറയുന്നു. ഏത് പാർട്ടിക്കാരും ചോദിക്കേണ്ട കാര്യമാണ്. വെയിലത്ത് പെരുവഴിയിൽ കുട്ടികളെ ഇറക്കിയതിന് പണ്ടും കേരളത്തിൽ ക്രിസ്മസിനല്ല അല്ലാത്ത സമയത്തും വലിയ പ്രക്ഷുബ്ധവുമായിട്ടുള്ള പണ്ട്
നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ കണ്ണൂര് വഴി സഞ്ചരിച്ചപ്പോൾ ഇത്തരം കുട്ടികളെ പിടിച്ചു നിർത്തിയ വലിയ പ്രശ്നമായിരുന്നു, വിഷയമായി CPM യാതെ. അതുപോലെ ഇപ്പോൾ ക്രിസ്മസ് ആണോ എന്തുമായിക്കോട്ടെ, പൊരിവയിൽ ഇപ്പോഴും ഈ തണുപ്പ് കാലത്തെ ഡിസംബറിൽ നല്ല ചൂടാണ്. പാലക്കാടാണെങ്കിൽ പൊടിയും ചൂടും അസഹ്യമാണ്. കുട്ടികൾ ചിലപ്പോൾ തലകറങ്ങി വീഴാം. അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഒന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് VHP ക്രിസ്മസ് ആഘോഷങ്ങളെ തകർക്കുന്നു, നിരാകരിക്കുന്നു. VHP അങ്ങനെ ഒരു ആഹ്വാനമൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഏതോ VHPക്കാരൻ നിർഭാഗ്യത്തിനായവൻ VHPക്കാരനായിപ്പോയി. മനുഷ്യത്വം, കാരുണ്യത്തിൻ്റെ മതമാണ് ക്രിസ്തു മതം. ആ കാരുണ്യം അവൻ കാണിക്കുന്നതിൽ അവനൊരു ഹിന്ദുവായി പോയതിലാണോ ഈ പ്രതിഷേധം? അതേസമയം തത്തമംഗലമല്ല സ്കൂളിൻ്റെ പേര്, ആ സ്കൂളിൽ ഒരു പുൽത്തൊട്ടി പുൽക്കൂട് നശിപ്പിച്ചു. ആ പുൽക്കൂട് നശിപ്പിച്ച ആരാണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അതും BJP. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമസേനൻ തന്നെ അങ്ങ് അഭ്യൂഹം നടത്തുക. എന്നിട്ട് മണിപ്പൂരിലുണ്ടായതുപോലെ ഒരു പ്രക്ഷോഭം ചാനലുകളെല്ലാം കൂടി ചേർന്ന് നടത്തുക. ഈ ക്രിസ്തുമസിനെ തകർക്കാൻ വേണ്ടി, ക്രിസ്ത്യാനികളെ എല്ലാം തകർക്കാൻ വേണ്ടി, ഇവിടുന്ന് നാട് കടത്താൻ വേണ്ടി BJP ആഹ്വാനം ചെയ്ത് എന്തോ ഒന്നാണെന്നുള്ളത് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് അന്ന് മലയാള മനോരമ ചാനലിലെ ഷാനി ചോദിച്ച ചോദ്യങ്ങളാണ് ആസൂത്രിതമായിട്ട്. എന്നിട്ട് എന്തേ ഇത്രയും വലിയ ചാനൽ സംപ്രേഷണങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തേ ഒരൊറ്റ VHPക്കാരനെ പോലും അറസ്റ്റ് ചെയ്തില്ല? എന്തേ അത് കെട്ടടങ്ങിപ്പോയത്? അപ്പോൾ തന്നെ കെട്ടടങ്ങിപ്പോയത് മിക്കവാറും CPMകാരായിരിക്കും അത്. അല്ലെങ്കിൽ നേരത്തെ ഒരാൾ പോയിരുന്നല്ലോ, BJP വിട്ട് പോയല്ലോ, ഒരു വക്താവുണ്ടായിരുന്നല്ലോ, സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ ആസൂത്രണം ചെയ്തായിരിക്കും. കാരണം സുരേന്ദ്രൻ അത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്തൊന്നല്ല, ഇതിന് പിന്നിൽ BJP വിട്ടുപോയ ചിലരാണ്. അപ്പോൾ BJP ഒന്ന് മോശമാക്കി പാലക്കാട്ട് അവരെ അയാൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. BJP വോട്ടുകൾ 2ാം സ്ഥാനത്ത് തന്നെ നിലനിന്നു. അത് അദ്ദേഹത്തിന് തീരെ സഹിക്കുന്നില്ല. അപ്പോൾ BJPയുടെ ഒരു ശൈഥില്യം അവിടെ കാണാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടി ആയിരിക്കാനേ സ്ഥലമുള്ളൂ. ആദ്യം സംശയിക്കേണ്ടത് അദ്ദേഹം പ്രതിയാണെന്ന് ഞാൻ പറയുകയല്ല, സന്ദീപ് വാര്യരെ തന്നെയാണ്. BJP അങ്ങ് തനിക്ക് ശേഷം പ്രളയം, BJP എന്ന് പറഞ്ഞാൽ കേരളത്തിലൊന്നുമല്ല എന്ന് വരുത്തി തീർക്കണം. അങ്ങനെയുള്ള കാപട്യക്കാരൻ BJP എന്തെങ്കിലും ചെയ്താൽ തുറന്നു തന്നെ പറയും, ഞങ്ങളുടെ നയമാണിത്, ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അത് ഓടി കൊടുക്കേണ്ട കാര്യം. കോൺഗ്രസിനെ പോലെ കാപട്യം പറയുന്ന കക്ഷിയൊന്നുമല്ല. ഇത്രയും നാൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിച്ചിട്ട് ഞങ്ങൾ മതേതര പാർട്ടിയാണെന്ന് പറയുന്ന കാപട്യമൊന്നും BJPക്ക് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട പാർട്ടിയാണ്, അങ്ങനെ മുദ്ര ചേർത്തപ്പെട്ട പാർട്ടിയാണ്. അതിൻ്റെ പീഡനങ്ങളും താടനങ്ങളും അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ യാത്രയായിരുന്നു അവരുടേതെന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഇവിടെ സ്നേഹ സന്ദേശ യാത്രയായിട്ട് നല്ലൊരു മാതൃക കാണിക്കുമ്പോൾ വർഗീസ് എന്താ പറയുന്നത്? അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് കടന്നു, ഞാൻ വാങ്ങിക്കാതിരിക്കാൻ പറ്റും ഒരാൾ കടി വരുമ്പോൾ? അല്ല പറയണം, ക്രിസ്മസിൻ്റെ സ്നേഹ സന്ദേശയാത്രയാണ്. ഈ സ്നേഹത്തിൻ്റെ സന്ദേശം നൽകാൻ വന്നതാണ്. അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചു. അല്ല കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആ കാപട്യമല്ല കാണിച്ചത്. നിങ്ങൾ RSS ആണ് IS ഉണ്ടായതിനും അതുപോലെ തന്നെ അൽഖ്വയ്ദ ഉണ്ടായതിനും കാരണമെന്ന് പറഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ തത്വശാസ്ത്രമല്ല എൻ്റെ തത്വശാസ്ത്രം. എനിക്ക് ക്രിസ്തുവിൻ്റെ തത്വശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ മതേതരത്വം പറയുന്ന സുനിൽകുമാർ എന്തായാലും വർഗീസിൻ്റെ വീട്ടിലെത്തിയിട്ടില്ല കേക്കുമായിട്ട്. VS സുനിൽകുമാർ എത്തിയിട്ടില്ല. മതേതരം പറയുന്ന ആൾ എന്തേ ഒരു കേക്കുമായിട്ട് അദ്ദേഹം പോകാമെന്ന്? അദ്ദേഹത്തിനും പോകാമായിരുന്നല്ലോ, നോക്കാമായിരുന്നല്ലോ. അദ്ദേഹം കൊടുക്കുന്ന കേക്ക് സ്വീകരിക്കുമായിരുന്നു. ആര് വന്നാലും ഐഡൻറ്റിഫൈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ പറഞ്ഞ നമ്മുടെ മണക്കാട്ടൂർ നിന്ന് അറസ്റ്റ് ചെയ്തതുപോലല്ലാത്ത വിഷജ്വരങ്ങളല്ലാത്ത ക്ഷുദ്രജീവികളല്ലാത്ത ആ കേക്കിനകത്ത് ചിലപ്പോൾ വിഷം ചേർത്തുകൊണ്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഇല്ലാത്ത ആര് വന്നാലും അത് സ്വീകരിക്കാതിരിക്കുക, അത് വേണ്ടെന്ന് വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പാലക്കാട് സ്വീകരിച്ച ആ നിലപാടിൻ്റെ നേരെ വിരുദ്ധമായ ധ്രുവത്തിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ക്രിസ്മസിലൊന്നും BJPയെ പങ്കാളികളാക്കരുത്. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയട്ടെ, പ്രധാനമന്ത്രി അല്ലേ അവിടെ പോയി ഡൽഹിയിൽ നടന്ന പ്രധാന ചടങ്ങിൽ, കാത്തലിക് ബിഷപ്പുമാരുടെ ചടങ്ങിൽ, അവരെ ആദരിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി അല്ലേ പങ്കെടുത്ത് അവിടെ കേക്ക് മുറിച്ചത്? നിങ്ങൾ എന്തേ തടയാൻ പറ്റിയില്ലത്? ജോർജ് കുര്യൻ പങ്കെടുത്ത പരിപാടി എന്തേ? വസതിയിലെത്തി കേക്ക് മുറിച്ചല്ലേ? എന്തേ ജോർജ് കുര്യൻ്റെ വസതിയിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുടെ? അതുപോലെ തന്നെ പാലക്കാട്ടെ കാര്യം ഏറ്റവും അധികം പ്രതിഷേധിച്ചത്, ഉറച്ച സ്വരത്തിൽ സംസാരിച്ചത് ഈ ജോർജ് കുര്യൻ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? BJPയുടെ പോളിസി അല്ല ഇതെന്ന്. എന്നിട്ട് ഷാനി അവിടെ വന്നിരുന്ന ഒരു BJPക്കാരനോട് നിങ്ങൾ എന്തിനാണ് ഈ രീതി ചെയ്ത്? ഷാനിയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ചീഫ് പ്രോസിക്യൂട്ടറും അതുപോലെ DGP എല്ലാം, ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന ആളുമെല്ലാം മനോരമ ചാനലിൻ്റെ ഒരു അവിടെ ഏറ്റവും വിവരം കുറഞ്ഞ ആൾ തന്നാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ.
കാര്യങ്ങൾക്കൊരു കാര്യവിവരം വേണ്ടേ ചോദ്യം ചോദിക്കുമ്പോൾ. ഈ BJPയുമായി ഇനി ക്രൈസ്തവ സമൂഹം അടുക്കുന്നത് കൊണ്ടുള്ള ഒരു അങ്കലാപ്പായിരിക്കുമോ ഇവരുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്? സംശയം എന്താ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും വിശ്വാസമുള്ള പാർട്ടിയായിട്ട്, ഇപ്പോൾ അവരെ രക്ഷിക്കാൻ കരുത്തുള്ള പാർട്ടിയായിട്ട് അവർ കാണുന്നത് ഇപ്പോൾ BJPയാണ്. അവർ വരുന്ന ഈ മുനമ്പത്തെ ഈ വഖഫിൻ്റെ പേരിലുള്ള പീഡനം, അത് എല്ലാവരും അനുഭവിക്കുന്ന പീഡനം, അതുപോലെ തന്നെ മത മേൽക്കോയ്മയുടെ പേരിലുള്ള പീഡനം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പലയിടത്തു നിന്നും അടിച്ച് പുറത്താക്കപ്പെടുന്നുണ്ട്. ആ ഒരു സുരക്ഷാബോധം നഷ്ടപ്പെടുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് അരക്ഷിതാവസ്ഥയിലാണ് ഇന്ന് ക്രിസ്ത്യൻ സമൂഹം. ബംഗ്ലാദേശിൽ എത്ര പള്ളികളാണ് തകർത്തിരിക്കുന്നത്? സിറിയയിൽ ഈ അൽ ജുലാനി വന്ന സിറിയയിൽ നേരത്തെ ഇതേ കക്ഷി തന്നെ 6 പാതിരിമാരുടെ കഴുത്താണ് ഒരുമിച്ച് ചേർത്ത് അവിടെ വെച്ചത്. ഓർത്തഡോക്സ് സമൂഹത്തിൻ്റെ, ഓർത്തഡോക്സ് അല്ല ജാക്കോബായ സമൂഹത്തിൻ്റെ, കിഴക്കിൻ്റെ പാത്രിയാർക്കീസായിട്ടുള്ള ആൾ സിറിയയിൽ നിന്നാണ് ഭരിക്കുന്നത്. അതാണ് സിറോ മലബാർ സഭ എന്നൊക്കെ പറയുന്നത്. സിറിയ എന്നുള്ളതിൻ്റെയാണ്. അവിടെ പോയിട്ട് അദ്ദേഹം അവിടെ ഈ ആസ്ഥാനമായിട്ടുള്ള മാർപ്പാപ്പയെ പോലെ ശക്തനായ അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടിയില്ല. കേരളത്തിൽ വന്ന അദ്ദേഹം പെട്ടെന്ന് തന്നെ സിറിയയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു തൻ്റെ കുഞ്ഞാടുകളെ, വളരെ ന്യൂനപക്ഷമുള്ള ക്രിസ്ത്യാനികളെ അവിടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം വന്നിരിക്കുന്നത് ഭീകരത രാഷ്ട്രീയമാക്കിയ ആൾക്കാരാണ് അധികാരത്തിലുള്ളത്. ക്രിസ്ത്യാനികൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ആഗോളതലത്തിൽ അരക്ഷിതാവസ്ഥയുണ്ട്. അതുകൊണ്ട് BJP അവർ വിശ്വസിക്കുന്നതിലും അവർ അഭയം പ്രാപിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. BJP അവരുടെ വിശ്വാസം സംരക്ഷിക്കുക തന്നെ ചെയ്യണം. ഇതുപോലെ പഴി കേൾക്കാൻ ഇടയാക്കരുത്.